CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 10 വർഷം മുൻപ് സർക്കിൾ ഇൻസ്പെക്ടർ അനാശാസ കേസിൽപ്പെട്ട യുവതിയോട് മോശമായി പെരുമാറിയതായി SHOയുടെ ആത്മഹത്യാക്കുറിപ്പ്. ചെർപ്പുളശ്ശേരി SHO ആയിരുന്ന ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് ആരോപണമുള്ളത്. പാലക്കാട് ജില്ലയിൽ CI ആയിരുന്ന ഇപ്പോൾ മറ്റൊരു ജില്ലയിൽ DYSP ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെയാണ് ആരോപണം. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കോട്ടൂർ AKM HSS അവതരിപ്പിച്ച വീരനാട്യം എന്ന നാടകം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. ഹിന്ദു പുരാണ കഥാപാത്രങ്ങളെ അവഹേളിക്കുകയും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു എന്നാരോപിച്ചാണ് പ്രതിഷേധങ്ങൾ. നെല്ലായ പേങ്ങാട്ടിരിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഫർണിച്ചർ നിർമ്മാണശാല പൂർണ്ണമായി കത്തിനശിച്ചു. പുലർച്ചെയുണ്ടായ അപകടത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. വള്ളുവനാടൻ പൂരമഹോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച ഭീമനാട് വെള്ളിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ദേശവേലകളുടെ വർണ്ണാഭമായ സംഗമത്തോടെ സമാപിച്ചു. ഇത്തവണ 2 ദിവസങ്ങളിലായാണ് പൂരം നടന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 10 വർഷം മുൻപ് സർക്കിൾ ഇൻസ്പെക്ടർ അനാശാസ കേസിൽപ്പെട്ട യുവതിയോട് മോശമായി പെരുമാറിയതായി SHOയുടെ ആത്മഹത്യാക്കുറിപ്പ്. ചെർപ്പുളശ്ശേരി SHO ആയിരുന്ന ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് ആരോപണമുള്ളത്. പാലക്കാട് ജില്ലയിൽ CI ആയിരുന്ന ഇപ്പോൾ മറ്റൊരു ജില്ലയിൽ DYSP ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെയാണ് ആരോപണം. നവംബർ 15-നാണ് ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപമുള്ള ക്വാർട്ടേഴ്സിൽ ബിനു തോമസ് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത്. 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. ഈ കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുറിപ്പിലെ 4, 5, 6 പേജുകളിലാണ് ആരോപണങ്ങളുള്ളത്. 2014-ൽ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ജോലിയിലിരിക്കെയാണ് സംഭവമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. വടക്കഞ്ചേരി സ്വദേശിയായ യുവതിയെയും 4 പുരുഷന്മാരെയും അനാശാസ്യം നടത്തിയെന്ന കേസിൽ പിടികൂടിയിരുന്നു. 2 മക്കളുള്ള യുവതിയുടെ താമസം പാലക്കാട് പട്ടണത്തിലായിരുന്നു. വാർത്ത പുറത്തു വരാതിരിക്കാനെന്നു പറഞ്ഞ് ഇവിടെയെത്തി ഒന്നിലധികം തവണ യുവതിയെ CI ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് കുറിപ്പിൽ പറയുന്നു. CIയെ 2 തവണ അവിടെ എത്തിച്ചത് താനാണെന്നും ബിനു തോമസിന്റെ കുറിപ്പിലുണ്ട്. അതേസമയം ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ആരോപണ വിധേയനായ DYSP പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. നെല്ലായ പേങ്ങാട്ടിരിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഫർണിച്ചർ നിർമ്മാണശാല പൂർണ്ണമായി കത്തിനശിച്ചു. പുലർച്ചെയുണ്ടായ അപകടത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. പേങ്ങാട്ടിരി KSEB ഓഫീസിന് സമീപമുള്ള സ്ഥാപനത്തിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ തീ പടർന്നത്. കൃഷ്ണപ്പടി സ്വദേശി ഫൈസൽ വാടകയ്ക്ക് നടത്തിയിരുന്ന യൂണിറ്റാണിത്. തീപിടുത്തത്തിൽ നിർമ്മാണശാലയിലെ യന്ത്രസാമഗ്രികൾ, ഫർണിച്ചർ നിർമ്മാണത്തിനായി ശേഖരിച്ചുവെച്ച മര ഉരുപ്പടികൾ എന്നിവ പൂർണ്ണമായി കത്തിനശിച്ചു. സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തായിരുന്നു. വിവരമറിഞ്ഞതിനെ തുടർന്ന് ഷൊർണൂർ, പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്.
CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കോട്ടൂർ AKM HSS അവതരിപ്പിച്ച വീരനാട്യം എന്ന നാടകം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. ഹിന്ദുപുരാണ കഥാപാത്രങ്ങളെ അവഹേളിക്കുകയും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു എന്നാരോപിച്ചാണ് പ്രതിഷേധങ്ങൾ. നാടകത്തിൽ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയ അണിയറ പ്രവർത്തകർക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിനാഥ് ആവശ്യപ്പെട്ടു. രാമായണം, മഹാഭാരതം തുടങ്ങിയ ഹിന്ദു പുരാണങ്ങളിൽ സ്ത്രീകളെ ചിത്രീകരിക്കുന്നത് അടിസ്ഥാനമാക്കിയായിരുന്നു നാടകം. മത്സരത്തിൽ ഈ നാടകത്തിന് 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹിന്ദു പുരാണങ്ങളെയും കഥാപാത്രങ്ങളെയും അവഹേളിക്കുന്നതാണ് നാടകമെന്നാരോപിച്ച് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ എന്തും പറയാമെന്ന രീതിയിലേക്കും കേരളത്തിലെ സാംസ്കാരിക നിലവാരം തരം താഴ്ന്നു പോയി എന്നുള്ളതാണ് ഈ നാടകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നാടകത്തിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള റഫീഖ് മംഗലശ്ശേരി, ശരത്ത് വളാഞ്ചേരി എന്നിവർക്കെതിരെ ശക്തമായ പോക്സോ കേസ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത്. കാരണം 18 വയസ്സ് പൂർത്തിയാകാത്ത, ആയിട്ടില്ലാത്ത പെൺകുട്ടികളെ കൊണ്ടാണ് കേട്ടാൽ അറയ്ക്കുന്ന തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മലപ്പുറം ജില്ലയിൽ, ഈസ്റ്റ് ജില്ലയിൽ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. കാരണം മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ഉൾപ്പെടുന്ന വണ്ടൂരിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള നാടകം അരങ്ങേറിയിട്ടുള്ളത്. ഇവിടെ ദേശഭക്തി ഗാനങ്ങൾ ചൊല്ലിയതിൻ്റെ പേരിൽ സ്കൂളിനെതിരെയും സ്കൂൾ അധികൃതർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ ഒരുമ്പെട്ടിട്ടുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു നാടകത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ സ്കൂൾ അധികൃതർ നാടകത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുതിയ നാടകമായിരിക്കും അവതരിപ്പിക്കുക എന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. CCN പെരിന്തൽമണ്ണ. വള്ളുവനാടൻ പൂരമഹോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച ഭീമനാട് വെള്ളിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ദേശവേലകളുടെ വർണ്ണാഭമായ സംഗമത്തോടെ സമാപിച്ചു. ഇത്തവണ 2 ദിവസങ്ങളിലായാണ് പൂരം നടന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ദേശവേലകളുടെ സംഗമം കാണികൾക്ക് മതിവര കാഴ്ചയേകി. 9 ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പിന് വാദ്യഘോഷങ്ങളും വിവിധ കലാരൂപങ്ങളും അകമ്പടിയായി. വടക്കൻ, തെക്കൻ, പടിഞ്ഞാറൻ, കിഴക്കൻ, വടശ്ശേരിപ്പുറം, കൂമഞ്ചേരിക്കുന്ന്, പെരുമ്പിടാരി, ഭീമനാട് ടൗൺ എന്നീ ദേശവേലകളുടെ സംഗമം ഉത്സവത്തിന് ചാരുതയേകി.
ദേശവേലകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കാരണം ക്ഷേത്ര എഴുന്നള്ളത്തും ആൽത്തറയിലെ അരിയേറും കൃത്യസമയത്ത് നടത്താൻ കഴിയാതെ വന്നതോടെയാണ് പൂരം 2 ദിവസമായി വിപുലീകരിക്കാൻ തീരുമാനിച്ചത്. ആദ്യ ദിനം ക്ഷേത്രോത്സവ എഴുന്നള്ളിപ്പും വെളിച്ചപ്പാടിന്റെ അരിയേറും നടന്നപ്പോൾ 2ാം ദിനമാണ് പ്രധാനമായും ദേശവേലകളുടെ വരവും സംഗമവും നടന്നത്. കഴിഞ്ഞ 76 ദിവസമായി ക്ഷേത്രത്തിൽ നടന്നുവന്ന കളംപാട്ടിനും ഇതോടെ സമാപനമായി. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് ഭീമനാട് പൂരത്തിനെത്തിയത്. CCN ചത്തല്ലൂർ. എടത്തനാട്ടുകരയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്ക്. കുളപ്പറമ്പിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്കുള്ള യാത്രാമധ്യേയാണ് അപകടമുണ്ടായത്. എടത്തനാട്ടുകര അരിപ്പൻ വീട്ടിൽ ആസിഫ്, ഷാമില എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് സമീപത്തുള്ള മതിലിൽ ഇടിച്ചാണ് നിന്നത്. പരിക്കേറ്റ ദമ്പതികളെ ആദ്യം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. CCN ചത്തല്ലൂർ. രുചിയേറിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്കും പലഹാരങ്ങൾക്കുമായി ശ്രീകൃഷ്ണപുരത്തുകാർക്ക് ഇനി പുതിയൊരിടം. SBIക്ക് സമീപം പുതിയ സംരംഭമായ അത്തം ഫ്രഷ് ബൈറ്റ്സ് ബേക്കറി ആൻഡ് സ്നാക്സ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. ശ്രീകൃഷ്ണപുരം SBIക്ക് സമീപമാണ് അത്തം ഫ്രഷ് ബൈറ്റ്സ് ബേക്കറി ആൻഡ് സ്നാക്സ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചത്. രുചിയേറിയ ബേക്കറി ഉൽപ്പന്നങ്ങളും വിവിധതരം കേക്കുകൾ, ബിസ്ക്കറ്റുകൾ, സ്നാക്സുകൾ, പാനീയങ്ങൾ, മിഠായികൾ, പഴങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. ചായ, കാപ്പി, ഐസ്ക്രീംസ്, ജ്യൂസുകൾ, കൂൾ ഡ്രിങ്ക്സ് തുടങ്ങിയവയും ഇവിടെ ലഭിക്കും. കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വിശാലാമ്മ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി നേതാക്കളായ പുനത്തിൽ ജയൻ, ബേബി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു.
ഫ്ലവേഴ്സ്, അത്തം വെജിറ്റബിൾസ് എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. CCN കടമ്പഴിപ്പുറം. UDF ശ്രീകൃഷ്ണപുരം മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. KPCC നിർവാഹക സമിതി അംഗം CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇത്രമാത്രം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ രംഗങ്ങൾ ആക്ഷേപഹാസ്യത്തോടും ഫലിതരസത്തോടും കൂടി അവതരിപ്പിച്ച ആ സിനിമ വർഷങ്ങൾ അനവധി കഴിഞ്ഞിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത ആ സിനിമ നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു. ഇതിനുള്ള പ്രധാന കാരണം പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി രാഷ്ട്രീയ നേതാക്കന്മാരാവും, അവരെ പരിചയപ്പെട്ടവർ ആ നിയോജക മണ്ഡലത്തിൽ വളരെ ഒരു ന്യൂനപക്ഷം വരുന്ന ആളുകളായിരുന്നു നേരിട്ട് പരിചയപ്പെട്ടത്. അസംബ്ലിയിലും അങ്ങനെയാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ യഥാർത്ഥ ഈ തെക്കോട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഗുണവ്യതിയാനം വോട്ടർമാർക്ക് അധികം അറിയില്ല. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ പെറ്റുവളർന്നവരാണ്. അവരുടെ ഗുണവും ദോഷവും അവരുടെ നടപ്പിരിപ്പൊക്കെ എല്ലാവർക്കും സുപരിതമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ടാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിങ്ങനേഴി ഭാസ്കരൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, K രാമകൃഷ്ണൻ, K ബാലകൃഷ്ണൻ, ഓമന ഉണ്ണി എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള വിപുലമായ പരിശീലന പരിപാടികൾ ആരംഭിച്ചു. നവംബർ 25 മുതൽ 28 വരെ വിവിധ ബാച്ചുകളിലായി 28 കേന്ദ്രങ്ങളിലാണ് പരിശീലനം നടക്കുന്നത്. ഒന്നാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം 40% റിസർവ് ഉൾപ്പെടെ ആകെ 20,848 തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് ഈ ഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും സാങ്കേതിക വിവരങ്ങളും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോവാം. ഇപ്പോൾ പ്രൊസീജിയറാണ്, എല്ലാ ഘട്ടങ്ങളും വളരെ പ്രാധാന്യമാണ്. എങ്കിലും ഒരു ഇലക്ഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് ഓൾ പ്രൊസീജിയർ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ്. നിങ്ങൾക്ക് ആദ്യമേ പറയട്ടെ, എന്ത് സംശയമുണ്ട് എങ്കിലും നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കുന്നതിനുള്ള അവസരം തരാം. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ദൂരീകരണം എന്നതിന് മാത്രമേ നിങ്ങളിവിടുന്ന് നിങ്ങൾ പറഞ്ഞേക്കൂ എന്നുള്ളതാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് പോകാം. ഒരു പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ച് നമുക്കറിയാം 3 തലങ്ങളിലേക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജില്ലയിലെ 122 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 2789 ഡിവിഷനുകളും 4343 പോളിംഗ് സ്റ്റേഷനുകളുമാണുള്ളത്. 12 നഗരസഭകളിലായി 566 പോളിംഗ് സ്റ്റേഷനുകളും 15 ബ്ലോക്കുകളിലായി 3777 പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട്. പോത്തുകൽ പഞ്ചായത്തിലെ വാണിയംപുഴ, കരുളായി പഞ്ചായത്തിലെ നെടുങ്കയം എന്നിവിടങ്ങളിലെ വനത്തിനകത്തുള്ള ട്രൈബൽ സ്പെഷ്യൽ ബൂത്തുകളാണ് ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രത്യേകം ശ്രദ്ധമായത്. ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് 4343 പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥരെയും അത്രയും തന്നെ ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും 8686 പോളിംഗ് ഉദ്യോഗസ്ഥരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. ഒരു പോളിംഗ് ബൂത്തിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ, ഒരു ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 2 പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം. ഇതുകൂടാതെ 289 സെക്ടറൽ ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഡിസംബർ 6 നടക്കുന്ന 2ാം ഘട്ട റാൻഡമൈസേഷനോടെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്തിമ പട്ടിക പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. സുഗമമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടന്നുവരുന്നതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. CCN മലപ്പുറം. കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന 2 വിമത സ്ഥാനാർത്ഥികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ബ്ലോക്ക് പ്രസിഡന്റ് അസീസ് ഭീമനാട് അറിയിച്ചു. DCC പ്രസിഡന്റിന് സ്ഥാനാർത്ഥികൾ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. തോരാപുരം വാർഡിലെ അജീഷ്, അരകുറിശി വാർഡിലെ ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് പാർട്ടി പുറത്താക്കിയത്. ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഇരുവരെയും പുറത്താക്കാനുള്ള തീരുമാനം DCC കൈക്കൊണ്ടതെന്നും ബ്ലോക്ക് പ്രസിഡന്റ് അസീസ് ഭീമനാട് സ്ഥിരീകരിച്ചു. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
10 വർഷം മുൻപ് സർക്കിൾ ഇൻസ്പെക്ടർ അനാശാസ കേസിൽപ്പെട്ട യുവതിയോട് മോശമായി പെരുമാറിയതായി SHOയുടെ ആത്മഹത്യാക്കുറിപ്പ്. ചെർപ്പുളശ്ശേരി SHO ആയിരുന്ന ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് ആരോപണമുള്ളത്. പാലക്കാട് ജില്ലയിൽ CI ആയിരുന്ന ഇപ്പോൾ മറ്റൊരു ജില്ലയിൽ DYSP ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെയാണ് ആരോപണം. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കോട്ടൂർ AKM HSS അവതരിപ്പിച്ച വീരനാട്യം എന്ന നാടകം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. ഹിന്ദു പുരാണ കഥാപാത്രങ്ങളെ അവഹേളിക്കുകയും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു എന്നാരോപിച്ചാണ് പ്രതിഷേധങ്ങൾ. നെല്ലായ പേങ്ങാട്ടിരിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഫർണിച്ചർ നിർമ്മാണശാല പൂർണ്ണമായി കത്തിനശിച്ചു. പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. വള്ളുവനാടൻ പൂരമഹോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച ഭീമനാട് വെള്ളിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ദേശവേലകളുടെ വർണ്ണാഭമായ സംഗമത്തോടെ സമാപിച്ചു. ഇത്തവണ 2 ദിവസങ്ങളിലായാണ് പൂരം നടന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.